ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കെതിരായ കപട പരിസ്ഥിതിവാദികളുടെയും വികസന വിരുദ്ധരുടെയും പ്രവർത്തനങ്ങൾക്കെതിരെ തുരങ്കപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഇൻഡോ ജോസഫ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിനുതകുന്നതും വയനാട്ടിലെ സാധാരണ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നതുമായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കെതിരായ നീക്കത്തിനെതിരെയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. പാതയ്ക്കെതിരെ ചില തൽപര കക്ഷികളും കപട പരിസ്ഥിതിവാദികളും ദുഷ്പ്രചരണങ്ങൾ നടത്തുകയും പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ തുരങ്കപാത സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് തിരുവമ്പാടിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ജനകീയ സദസ്സ് ലിൻഡോ ജോസഫ് എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവരുടെ പൊന്നും വിലയുള്ള സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയിട്ടാണ് നമുക്ക് ഈ രൂപത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അവിടെ ഏറ്റവും സ്വപ്നതുല്യമായ ഒരു വികസന പ്രവർത്തനമാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നുള്ളത്. അത് കേവലം തിരുവമ്പാടിക്കാരുടെയോ അല്ലെങ്കിൽ ആനക്കാംപൊയിലുകാരുടെയോ മുത്തപ്പുഴക്കാരുടെയോ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ ആളുകളുടെയോ ഒരു സ്വപ്നമല്ല. വയനാട് എന്ന് പറഞ്ഞ ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ ബദൽ റോഡ് എന്ന ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന നമ്മുടെ സ്വപ്ന പദ്ധതി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തുരങ്കപാത സംരക്ഷണ സമിതി ചെയർപേഴ്സൺ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ചടങ്ങിൽ അധ്യക്ഷയായി. മുക്കം നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു, പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജമുന്നീസ ഷെരീഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി.പി. ജമീല, ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ്, ടി. വിശ്വനാഥൻ, ബാബു പൈക്കാട്ടിൽ, കെ. ഷാജികുമാർ, സി. കെ. കാസിം, ജോയ് മളാങ്കുഴി, വി. കുഞ്ഞാലി, പി. ജോയ്, ബേബി മണ്ണംപ്ലാക്കൽ, ഷിനോയ് അടയ്ക്കാപ്പാറ, ഫൈസൽ, വി. കെ. വിനോദ്, തുരങ്കപാത സംരക്ഷണ സമിതി കൺവീനർ ജോസ് മാത്യു, ഫിലിപ്പ് മാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖലയുടെ വികസനത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ നാടിനെക്കുറിച്ച് യാതൊന്നുമറിയാത്ത ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തവരാണ് തുരങ്കപാതയ്ക്കെതിരായ പ്രവർത്തനങ്ങളുടെ പിന്നിലെന്നും ഇതിനെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ശക്തമായ ജനകീയ പ്രക്ഷോഭം കൊണ്ട് പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും സംഘാടകർ പറഞ്ഞു. വികസനത്തിന് മലയോര മേഖലയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും കക്ഷിരാഷ്ട്രീയ ഭേദം ഇല്ല എന്നുള്ള സന്ദേശമാണ് പരിപാടിയിലൂടെ സമൂഹത്തിന് നൽകിയതെന്നും സംഘാടകർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.